അനീഷ് ഒന്ന് വീണപ്പോൾ ആ വീഴ്ചയിൽ സങ്കടപ്പെടുന്ന കുറച്ചാളുകളെ ഞാനിന്ന് കണ്ടു. അതുപോലെ തന്നെ അനീഷിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ചില ആളുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കിരീട യുദ്ധം, അങ്ങനെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന 6 റൗണ്ടുകളുള്ള ഒരു ടാസ്ക്, വീക്കിലി ടാസ്ക്. ബിഗ് ബോസ് അനീഷിനെ തന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അനീഷ് ചെല്ലുന്നു. അനീഷേ മോനെ വായിക്കടാ, എന്തോ എഴുതി വെച്ചേക്കുന്നതെന്ന് നോക്കടാ എന്ന് പറയുന്നു. അനീഷ് ഒന്ന് വായിക്കുന്നു. അതിനുശേഷം അനീഷ് പുറത്തു വരുന്നു. പുറത്തു വന്നിട്ട് ആ ടാസ്കിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനീഷ് എല്ലാവർക്കും വായിച്ചു കൊടുക്കുന്നു. ഇത് വായിക്കുന്നതിനിടയ്ക്ക് തന്നെ ബിഗ് ബോസ് വായിക്കട്ടെ, ബിഗ് ബോസ് വായിക്കട്ടെ, ബിഗ് ബോസ് ബാക്കി വായിക്കട്ടെ, ബിഗ് ബോസ്. അവസാനം ബിഗ് ബോസ് തന്നെ, എൻ്റെ പൊന്ന അനീഷേ നീ നിർത്ത്, നീ ഇനി എന്നോട് ഇത് ചോദിക്കണ്ട. അവസാനം അനീഷ്, ബിഗ് ബോസ് ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല ബിഗ് ബോസ്, അതുകൊണ്ടാണ് ബിഗ് ബോസ്. അനീഷ്, എൻ്റെ സമാധാനം പോയി അനീഷ്. വളരെ വളരെ സന്തോഷത്തോടു കൂടി അനീഷിനോട് ഒരു ചെറു പുഞ്ചിരി കൊടുത്തുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അത് അനീഷിനോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചിരി ഉണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ആ ഒച്ചയിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഒരുപാട് സന്തോഷിക്കുന്നത് കണ്ടു. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരുപാട് ഇഷ്ടമാണ് അനീഷിനെ. ബിഗ് ബോസിന് ഓക്കെ ഇഷ്ടമാണ്, അത് ബിഗ് ബോസിന് പറഞ്ഞ ഒരൊറ്റ ഡയലോഗിലുണ്ടായിരുന്നു ആ വ്യക്തിയോടുള്ള ആ ഒരു സ്നേഹം. എന്താണെങ്കിലും അനീഷ് വളരെ വ്യക്തമായിട്ട് ആ ഒരു ടാസ്കിനെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംഗതി വേറൊന്നുമല്ല, 3 പേരടങ്ങുന്ന 7 ടീമുകളായി തിരിക്കും. ബിഗ് ബോസ് തന്നെ അത് തിരിച്ചു. എന്നിട്ട് ക്യാപ്റ്റൻ ഒരാളെ, ആ 3 പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആവും. എന്നിട്ട് ആ ഒരാൾ ഒരു തൊപ്പി തലയിൽ വെക്കും. എന്നിട്ട് ആ തൊപ്പി ബാക്കിയുള്ള ടീമുകാർ അടിച്ചെടുക്കണം. അതാണ് സംഗതി, മനസ്സിലായല്ലോ. അപ്പൊ ബാക്കി 2 പേര് ഒരു ടീമിൽ, ഇപ്പോൾ ഒരു ടീമിലുള്ളത് ശരത്ത്, അനീഷ്, പിന്നെ നമ്മുടെ സാബുമാൻ. അതിൽ അനീഷാണ് ക്യാപ്റ്റൻ. അനീഷ് തലയിൽ തൊപ്പി വെക്കും. ബാക്കി 2 പേരും ആ തൊപ്പി അനീഷിന്റെ കയ്യിൽ നിന്ന് വേറെ ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ അവർ 2 പേര് അപ്പുറത്തെ ആരുടെയെങ്കിലും ഒരു തൊപ്പി വന്ന് ഇങ്ങനെ പറിച്ചെടുക്കണം. അതാണ് ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിമിന് ഇതിൽ ഏത് ടീമാണോ, 7 ടീമുണ്ട്, ഈ 7 ടീമിൽ ആരാണോ ജയിക്കുന്നത്, മനസ്സിലായില്ലേ, ഏതൊക്കെ ടീമുകളാണോ ജയിക്കുന്നത് ആദ്യം വരുന്നത്, അവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. 3 സൂപ്പർ പവേഴ്സ് ആണ് ബിഗ് ബോസ് ഇത്തവണ കൊടുക്കുന്നത്. അതിലൊന്ന് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ, രണ്ടാമത്തേത് സൂപ്പർ നോമിനേഷൻ പവർ, മൂന്നാമത്തേത് സൂപ്പർ ഫാമിലി പവർ. അപ്പോൾ ഈ ആദ്യത്തെ സൂപ്പർ നോമിനേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ചയിൽ ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ അനീഷിന്റെ ഈ ഒരു ടീമിൽ, അനീഷ് ക്യാപ്റ്റനായിട്ടുള്ള അനീഷ്, ശരത്ത്, സാബു, ഇവർ 3 പേരുമുള്ള ടീമിൽ ക്യാപ്റ്റന് തീരുമാനിക്കാം ഈ 3 പവർ ആർക്കൊക്കെ വീതിച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യം, ആ ടീമിൽ തന്നെ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം അത് ക്യാപ്റ്റന് തീരുമാനിക്കാം. മനസ്സിലായല്ലോ. അപ്പം ഈ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ രണ്ടാമത്തേത്, അത് കിട്ടുന്ന ആൾക്ക് 3 ആഴ്ചകളിൽ നോമിനേഷനിലേ അയാൾ വരത്തില്ല. അതായത് ഇപ്പം അനീഷിന്റെ ഗ്രൂപ്പാണ് ജയിച്ചതെന്ന് വിചാരിച്ചു. അതിനകത്ത് അനീഷ് തീരുമാനിക്കുകയാണ് ശരത്തിന് ഈ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാം. ശരത്ത് 3 ആഴ്ചത്തേക്ക് നോമിനേഷനിലേ വരത്തില്ല, സുഖമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. സംഗതി നിങ്ങൾക്ക് കിട്ടിയല്ലോ. പിന്നെ 3ാമത്തെ പവർ സൂപ്പർ ഫാമിലി പവർ. സൂപ്പർ ഫാമിലി പവർ സത്യം പറഞ്ഞാൽ ഒരു പണിയല്ലേ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. അത് വേറൊന്നുമല്ല, സൂപ്പർ ഫാമിലി പവർ ആർക്കാണോ കിട്ടുന്നത് അയാൾ ഈ ഫാമിലി വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, കുടുംബാംഗങ്ങൾ പുറത്തുനിന്ന് കയറി വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പവർ കിട്ടുന്ന ആൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ കുടുംബത്തെ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്താം. അതാണ് പവർ. പക്ഷെ ആ ഒരു ഇപ്പൊ ഒരാൾക്ക് അത് കിട്ടി. ഇപ്പൊ അനീഷിന്റെ ടീമിൽ ഇപ്പൊ ഏതാണ്, സാബുമോന് കിട്ടിയെന്ന് വിചാരിച്ചു. അനീഷ് അത് സാബുമോന് കൊടുത്തു. സാബുമോൻ ചിലപ്പോൾ ആ ഒരു ദിവസം വരെ, ഫാമിലി റൗണ്ട് വരെ നിന്നില്ല എന്ന് വിചാരിച്ചു. അപ്പൊ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അതാണ് സംഗതി. പക്ഷെ ഈ സൂപ്പർ ഫാമിലി ആ ഒരു പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുടുംബം വന്ന് ഇതിനുള്ളിൽ ഇവരുമായിട്ട് ഈ ഒരാഴ്ചയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന അടിയുണ്ടല്ലോ, ചിലപ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ സംഭവിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ, ഇപ്പം അനീഷിന്റെ കുടുംബം അല്ലെങ്കിൽ ഇപ്പം എന്താണ് അപ്പാനിയുടെ കുടുംബമാണെന്ന് വിചാരിച്ചു, അപ്പാനിയുടെ കുടുംബമായിട്ട് ഇപ്പം അക്ബറിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിന്നിയുടെയോ ആരുടെങ്കിലും കുടുംബം കയറി ഉടക്കുണ്ടാക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കും ഒരാഴ്ചയൊക്കെ. എന്തിനാ 1, 2, 3 ദിവസമൊക്കെ ഓക്കെ. അതിന്റെ അപ്പുറത്തേക്ക് നിൽക്കുമ്പം എന്താണെങ്കിലും കണ്ടല്ലോ, ഇവന്മാർ തന്നെ 3, 4 ദിവസം ആയപ്പോഴത്തേക്ക് ഇടിപൊട്ടി തുടങ്ങി. അപ്പൊ ഈ കുടുംബാംഗങ്ങൾ വരുമ്പോൾ അത് അടുത്തൊരു ഗെയിം ബിഗ് ബോസ് ഇവർക്കിട്ട് കൊടുത്തതല്ലേ എന്നുള്ളൊരു സംശയം എനിക്ക്. എന്താണെങ്കിലും ഇവരത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് എടുക്കുന്നത്. കാരണം കുടുംബാംഗങ്ങൾ ഒരാഴ്ച വന്ന് അവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ അതിനകത്തൊരു പണി എനിക്ക് മണക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് തന്നെ ടീമിനെ തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടീം ജിഷിൻ, നെവിൻ, ലക്ഷ്മി.
രണ്ടാമത്തെ ടീം അക്ബർ, രണ, ഷാനവാസ്. അക്ബർ രേണു ആണ്. അക്ബർ, രേണു, ഷാനവാസ്. മൂന്നാമത്തേതാണ് മക്കളെ ടീം ജിസൈല്, അനുമോള്, ശൈത്യ. ഏത് ബിഗ് ബോസ് ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ടേ. പിന്നെ നാലാമത്തേത് മസ്താനി, റെന, ആര്യൻ. അതും കൊള്ളാം. അഞ്ചാമത്തേത് ഇവർ ഈ മൂന്ന് പേര് മസ്താനി, റെന, ആര്യൻ, അവർ മൂന്ന് പേര് ഒന്നിച്ചു വന്നപ്പോഴത്തേക്ക് അവരത് പരസ്പരം പറയുന്നുണ്ട്. ബാക്കി പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഗെയിമിലാണ്, നമുക്ക് ഗെയിം കളിക്കണം, നമ്മുടെ ടീം ജയിക്കണം എന്നുള്ളൊരു സാധനം അവരുടെ ഇടയ്ക്കുണ്ട്. പക്ഷേ ഈ അനുമോൾ, ജിസേൽ, ശൈത്യ അവരുടെ ഇടയ്ക്ക് ആ സാധനം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയതുപോലെ എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അഞ്ചാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറയുന്നത് ശരത്ത്, അനീഷ്, നമ്മുടെ സാബുമാൻ. ആറാമത്തേത് ബിന്നി, അബി, നൂറ. ഏഴാമത്തേത് ആദില, നമ്മുടെ പ്രവീൺ, ഒണീൽ. ഇവര് 7 പേര്, ഇങ്ങനെ 7 ടീമിനെയാണ് ബിഗ് ബോസ് തരംതിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ നെവിൻ്റെ ടീമിൽ നെവിനാണ് ക്യാപ്റ്റൻ. നമ്മുടെ രേണുസുതി, ഷാനവാസ്, അക്ബർ ടീമിൽ രേണുസുതിയാണ് ക്യാപ്റ്റൻ. മസ്താനി, രണ, ആര്യൻ ടീമിൽ മസ്താനി. നൂറയുടെ ടീമിൽ നൂറ. ഉനീൽ ആ ഒരു ടീമിൽ ഉനീലാണ്. ഉനീൽ, പ്രവീൺ, ആദില അവിടെ ഉനീലാണ്. പിന്നെ അനീഷാണ് നമ്മുടെ ശരത്ത്, അനീഷ്, സാബുമാൻ ആ ടീമിന്റെ ക്യാപ്റ്റൻ. പിന്നെ ജിസൈൽ, അനുമോൾ, ശൈത്യ ഇവരുടെ ടീമിൽ ജിസൈലാണ്. ആ ഒരു ക്യാപ്റ്റൻസി തന്നെ സെലക്ട് ചെയ്തത് ആദ്യമേ ജിസൈലിനെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മാറ്റണമെന്ന് പറഞ്ഞു ശൈത്യ. പക്ഷേ ബിഗ് ബോസ് അപ്പോഴത്തേക്ക് എല്ലാം കൂട്ടി കെട്ടി. അപ്പോഴത്തേക്ക് ജിസൈൽ തന്നെ ആയിട്ടുണ്ട് എന്താണെങ്കിലും. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് അവിടെ നടന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, നല്ല രീതിയിൽ തന്നെ നടന്നു കേട്ടോ. പക്ഷേ ഇതങ്ങോട്ട് ബസർ തുടങ്ങി, ബസർ തീരാറായപ്പോഴത്തേക്ക് അവിടെ രേണുസുതി എന്തോ ബോധം കെട്ടൊക്കെ വീണിട്ടുണ്ട്. രേണുസുതി ആദ്യമേ തന്നെ പൊക്കി എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കൺഫെഷൻ റൂമിൽ മെഡിക്കൽ ടീം വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം അപ്പുറത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ലൈവിൽ കാണാൻ പറ്റിയില്ല. എപ്പിസോഡിൽ ചിലപ്പോൾ അതായിരിക്കും നമ്മളെ കാണിക്കുന്നത്. അനീഷേട്ടൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ലൈവിൽ നമ്മളെ കാണിക്കുമ്പോഴത്തേക്ക് അനീഷ് ഇങ്ങനെ വയ്യാതിരിക്കുന്നതാണ്. എന്താണ് പറ്റിയെന്ന് ലൈവിൽ കണ്ടിട്ടില്ല കറക്റ്റായിട്ട്. അതോ ഞാൻ ഇനി മിസ്സായതോന്ന് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. പക്ഷെ അനീഷേട്ടന് തീരെ വയ്യാതായിട്ടുണ്ട്. അനീഷ് അവിടെ വീണ് കിടപ്പുണ്ട്, കട്ടിൽ തന്നെ. അനീഷ് എനിക്ക് തോന്നുന്നു പുതപ്പ് കട്ടിലെ പോയി കിടന്നോ, മുഖത്തിന്റെ അടിയിലോ എന്തോ ഈ ക്യാപ്പ് വെച്ച്. അപ്പോൾ ആരോ, എനിക്ക് തോന്നുന്നു ലക്ഷ്മിയാന്ന് തോന്നുന്നു, അന്ന് വലിച്ചു പറിക്കുകയോ എന്തോ ചെയ്തപ്പോൾ പുള്ളിയുടെ മുഖത്തിടിക്കുകയോ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷാനവാസിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അനീഷിന് വയ്യാതെ അവിടെ കിടപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും, പ്രത്യേകിച്ച് നൂറയൊക്കെ ഓടി വന്ന് അനീഷേട്ടനെ നോക്കുന്നുണ്ട്. അനീഷേട്ടനെ പൊക്കി അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. നമ്മുടെ ശൈത്യ, എല്ലാവരും അനുമോളെ കെയർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കുറേ ആളുകൾ, അപ്പാനിയും സാബുമോൻ ടീമിലുള്ളവർ തന്നെ ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ആദ്യമേ അവിടുന്ന് പുറത്തെടുത്ത് കൊണ്ടുവന്ന് ലിവിംഗ് റൂമിൽ ഇരുത്തുന്നുണ്ട്. അത് കൂടാതെ രേണു അകത്തുള്ളപ്പോഴത്തേക്ക് നമ്മുടെ കൺഫെഷൻ റൂമിന്റെ വാതിലിന്റെ അടുക്ക് അനീഷിനെ കൊണ്ട് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അനീഷിനെ അവിടെ കൊണ്ടിരുത്ത്, വിളിക്കാം, ഒരാളെ നോക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. ഇവന്മാർ എന്നിട്ട് കൊണ്ട് അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർ സത്യം പറഞ്ഞാൽ മാറി ഇന്ന് അനീഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അനീഷ് അവിടെ കയറി കിടന്നു, കട്ടിലേക്ക് കിടക്കണ്ടായിരുന്നു. അനീഷിനെ അവിടെ നിന്ന് ഇറങ്ങി ഓടായിരുന്നു. ആ പുള്ളിക്ക് വയ്യ, പിണഞ്ഞ് കിടക്കുക. അപ്പോഴാണ് ഇവന്മാർ പുള്ളിയെ പറ്റി അപ്പുറം പോയിരുന്നു കുറ്റം പറയുന്നത്. അതും ഞാൻ പോട്ടേന്ന് വെച്ചു. അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഇപ്പം രേണു ഇറങ്ങിയതിന് ശേഷം ഷാനവാസ് കയറി, കയ്യൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനവാസിന് വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് വിട്ടു. അതിനുശേഷം അനീഷിനെ അകത്ത് കയറ്റി. ഈ അനീഷിനെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കുണ്ടല്ലോ, അപ്പാനി പൊക്കിയെടുത്തോണ്ട് പോകുന്നുണ്ട്. പുറകിലോട്ട് നോക്കിയിട്ട് ചിരിക്കുവോ ഇവൻ. ഞാൻ ശ്രദ്ധിച്ചത്, നോക്കി ചിരിക്കുകയാണ് ഇവൻ. ഇവന്റെ കൂട്ടുകാരോടായിരിക്കും, ഇവന്റെ ബുള്ളി ഗ്യാങ്ങിനെ നോക്കിയിട്ടായിരിക്കും ചിരിക്കുന്നത്. ഓ, ഈ കാട്ടുമാക്കാനെ ഞാൻ എടുത്തോണ്ട് പോകണമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും. പുറകിലോട്ട് നോക്കി ചിരിക്കുന്നു ഇവൻ. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഇവനും കൂടെ വേണ്ടിയിട്ടാണ് അനീഷ് ക്യാപ്റ്റനായിട്ട് ഈ പരിപാടി കാണിച്ചത്. എനിക്കറിയാം അപ്പാനിക്കൊക്കെ ഹെവി PR ആയിരിക്കും. ഇപ്പൊ കമന്റ് ബോക്സിന്റെ അടിയിൽ തന്നെ വരും. എന്തൊക്കെയാണെങ്കിലും ഞാനുള്ള കാര്യം പറയും. ഒരുത്തം വയ്യാതെ കിടക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് പുള്ളി ആ സമയത്ത് കെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇവിടെ ബിന്നിയൊക്കെ ആണെങ്കിലും എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും വന്ന് പുള്ളിയെ നോക്കുന്നുണ്ട്. ചില ആളുകൾ അക്ബർ ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്ന കണ്ടില്ല കേട്ടോ. മനസ്സിനകത്ത് ആ ഒരു സാധനം കാണും. അതുകൊണ്ടായിരിക്കാം. ആര്യൻ പിന്നെ അറിയാലോ അവന്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനൊരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അനീഷേട്ടൻ പുറത്തേക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നവരെ വരെ പുള്ളി കൺഫെഷൻ റൂമിലോട്ട് പോകുന്ന കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനിരുന്നത്. പോയി നോക്കട്ടെ ഇനി എന്താണ് പുള്ളിക്ക് പറ്റിയിരിക്കുന്നത്. പുള്ളിക്ക് കുഴപ്പമില്ല, ഒന്ന് ഓക്കെ ആണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. കുറച്ചു നേരം ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ട് എന്തോ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയണമല്ലോ, ഈ ടാസ്ക് കൊള്ളാം. ടാസ്ക് നല്ല ടാസ്ക്കാണ്. പക്ഷേ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല, അടി പിടി വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, ചവിട്ടുകയും പിടിക്കുകയൊന്നും ചെയ്യരുതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ 2-3 എണ്ണം നിലത്ത് വീഴുന്ന അവസ്ഥയായി.
പിടികിട്ടിയില്ലേ? ടാസ്ക് കൊള്ളാം, പക്ഷെ അത് ഇവർക്ക് കൊടുത്തപ്പോൾ ഇവരതിനെ മറ്റേ കയ്യാങ്കളി പരിപാടിയിലേക്കാണ് എടുത്തു പൊക്കോണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് അതും പറഞ്ഞു കയ്യാങ്കളി വേണ്ടാന്ന്, പക്ഷെ നല്ല രീതിയിൽ കയ്യാങ്കളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ബാക്കിയൊന്ന് പോയി കാണട്ടെ, ഇനി ആരൊക്കെ ചത്ത് വീണെന്ന് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.